ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം ഇതും കൂടെ പറയണം. ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി അവർ. ഞാൻ ഒരു 1.5 മാസം സൂചിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടി. ഇപ്പൊ ഇനി എന്തല്ലോ ഒരടി അങ്ങനെ പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അറിയോ? അപ്പം നിങ്ങളെല്ലാവരും കാണുന്നത് വിചാരിക്കുന്നുണ്ടാവും ഒരടി ഇവക്കെ ഒന്ന് കൊടുത്താലോ. കാരണം എത്ര ദിവസമായി നിങ്ങൾ പറയുന്നു ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ ചേച്ചി, ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ എന്ന്. എടാ സീരിയസ്ലി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് രേണു സുധിയുടെ ഈ ടോപ്പിക് ഒന്ന് നിർത്തണം. കാരണം പറഞ്ഞ് ഞാൻ മടുത്തു. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ റിയാക്ഷൻ വീഡിയോക്കാർ ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ എഗെയിൻസ്റ്റ് വീഡിയോസ് വന്ന് ഇത്രയൊക്കെ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടും ചേച്ചി കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റിൽ ചേച്ചി ഇതേ ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നെ പറ. നെഗറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നെഗറ്റീവ് വരാൻ വേണ്ടി ആര് കളിക്കുക? ചേച്ചി കളിക്കുക. ഇത്രയൊക്കെ ചേച്ചി കളിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് തെറ്റാവില്ലേ? ആൻഡ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ ഏത് ടോപ്പിക്ക് റിയാക്ട് ചെയ്തിടുകയാണെങ്കിലും എല്ലാത്തിനേക്കാൾ വ്യൂവർഷിപ്പ് ഉള്ളത് രേണുവിൻ്റെ ടോപ്പിക്കാണ്. അതൊരിക്കലും രേണുവിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു 100 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 10-12 കമൻറ്റ് മാത്രമേ രേണുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി വരുന്ന ഒരു 3/4% കമൻസും രേണുവിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ രേണുവിനെ ഹെയ്റ്റ് ചെയ്യുന്ന കമൻറ്റാണ്. അതുകൊണ്ട് തന്നെ രേണു റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വ്യൂവർഷിപ്പ് ഒരുപാട് കൂടുതലാണ്. സോ നിങ്ങൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോണ്ടന്റ് ഇതായതുകൊണ്ട് തന്നെ എങ്ങനെ മക്കളെ ഞാൻ ഈ ടോപ്പിക് സംസാരിക്കാണ്ട് നിൽക്കും? അപ്പം അതുകൊണ്ടാണ് മേ ബി ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കോ കാര്യങ്ങളോ എൻ്റെ കൺമുന്നിൽ പെടുന്ന സമയം നമുക്ക് രേണു ചേച്ചിയിൽ നിന്ന് മാറി വേറൊരു ടോപ്പിക്കിലോട്ട് വരാം. അപ്പം അതാണ് എനിക്ക് ഇൻട്രോയിൽ പറയാനുള്ളത്. എൻ്റെ വീഡിയോയിലോട്ട് ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ആരംഭം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസത്തേക്ക് ഭയങ്കര തിരക്കാണ്. ഞാനൊന്ന് കാലിക്കറ്റിൽ എൻ്റെ കുറച്ച് പേഴ്സണൽ കൺസേണിൻ്റെ ഭാഗമായിട്ട് പോവാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ട് പോവാം. എന്ത് വീഡിയോ ആണ് ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ ഫസ്റ്റ് ഒന്ന് രേണുവിൻ്റെ സൈഡിൽ പോവാണ്. രേണു ഒരു റീല് അപ്ലോഡ് ചെയ്യുകയും ആ റീലിൽ വന്നൊരു കമൻറ്റ് പുള്ളിക്കാരി പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്കത് സംസാരിക്കാണ്ട് നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ആ റീലൊന്ന് കാണാം. ഞാൻ റീല് സൈഡിൽ കൂടെ പ്ലേ ചെയ്യാം. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ മ്യൂസിക് ഇടുന്നില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അഭിനയമാണ്. അതും പൊതുവെയുള്ള അഭിനയത്തിനേക്കാൾ കുറച്ചൊരു മോഡേൺ അല്ലെങ്കിൽ എന്താണ് ഒരു എസ്തെറ്റിക് വൈബ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് കില്ലർ പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വൻ അബദ്ധമായിരുന്നു. അപ്പോൾ റീൽസ് എപ്പാർട്ട് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ റീൽസിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. കമൻറ്റ് ചേച്ചി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 11 മണിക്കൂർ മുമ്പ് ഇട്ട കമൻറ്റാണ് കേട്ടോ. രേണു സുധി സ്ലേവ് എന്ന് പറയുന്ന ഒരു പേജ്. രേണു സുധി സ്ലേവ് എന്ന് വെച്ചാൽ രേണു സുധിയുടെ അടിമകൾ എന്ന് പറയുന്ന ഒരു പേജ്. ഈ പേജിൻ്റെ പ്രൊഫൈൽ എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ കാലാണ്. ഐ തോട്ട് മേ ബി രേണുവിൻ്റെ കാലാവാനുള്ള ചാൻസ് ഉണ്ട്. കമൻറ്റ് എന്താന്ന് വെച്ചാൽ ദേവിയുടെ കാലിലെ ചെരുപ്പിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ ദേവി എന്നാണ് കമൻറ്റ്. ആൻഡ് ഇതിന് റിപ്ലൈ രേണു കൊടുത്തത് കുറേ ഹാർട്ട് ഇട്ടിട്ട് ഭക്ത എന്നാണ്. ഭക്ത ദേവീൻ്റെ കാലിൻ്റെ ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിച്ച സമയത്ത് ഭക്ത എന്ന് പറയുന്ന ഒരു സാധനമാണ് കൊടുത്തത്. ആൻഡ് അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻസ്, ഇങ്ങനെ കുറേ ദുരന്തങ്ങളുണ്ട്, ഫേക്ക് ഉണ്ടാക്കി വന്നേക്കുക എന്നൊക്കെ പറഞ്ഞു. എടോ ഇത് ഞാൻ പറഞ്ഞു, ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 1% പോലും വിവരവും ബോധവും ഇല്ല എന്ന് പറയുന്നത് ഈ ഒരു സാധനം. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അത്യാവശ്യം പബ്ലിക് പ്രൊഫൈലാണ്. ഞാൻ അതിൽ ഫീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാനിത് എൻ്റെ കാലം ഒരാളെ കാണിക്കണം എന്ന് കരുതി ഞാൻ ഇന്നേ വരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. പക്ഷെ ചില ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാലും നമ്മുടെ പാദസരമൊക്കെ കാണാൻ പറ്റും. അത് കണ്ടിട്ട് ആ വീഡിയോൻ്റെ താഴെ വന്ന് പല ഫീറ്റ് പേജുകളിൽ നിന്നും കമൻസുകൾ ഇങ്ങനെ ധാരയായിട്ട് വരും. കുറേ ഫീറ്റ് പേജസ് നമ്മൾ ഫോളോ ചെയ്യും. കുറേ ഫീഡ് പേജസ് നമുക്ക് മെസ്സേജസ് അയക്കും, DMs അയക്കും. ഇങ്ങനെ ഫോട്ടോ തരാമോ, ഞങ്ങളുടെ പേജിൽ പ്രൊമോട്ട് ചെയ്യാനാണ്, ഞങ്ങൾ പേയ്മെൻറ്റ് നടത്താം. കുറേ ആൾക്കാർ ഞങ്ങൾ നൈക്കയിൽ നിന്ന് കുറച്ച് ചെരുപ്പ് ഷെയർ ചെയ്തിട്ട് ഇങ്ങനത്തെ കുറേ ഒരു വലിയ സെറ്റ് ഓഫ് ഗുലുമാല് കമൻസുകളും കാര്യങ്ങളും അതും ഇതൊക്കെ കാണാൻ പറ്റും. ഇവർ ഏത് രീതിയിലാണ് കമൻറ്റ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം, എന്താണ് ഇവരുടെ വേ ഓഫ് സ്റ്റൈൽ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് എന്ത് കൈൻഡ് ഓഫ് ഡിസോർഡർ ആണ് എന്നുള്ളതും
വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന വ്യക്തികളെ കയറിയിട്ട് ഭക്തിയെ എന്ന് വിളിക്കാൻ തോന്നുന്ന ഇവരുടെ ഈ മണ്ടത്തരം, പൊട്ടത്തരം, വിവരമില്ലായ്മ കണ്ട സമയത്താണ് ഞാൻ സംസാരിക്കാൻ. കാരണം എത്ര സംസാരിച്ചിട്ടും ബോധം വെക്കുന്നില്ല, പിന്നെന്താ ചെയ്യുക? ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷനിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ജാസിയുടെ കൂട്ടുകാരി, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെയൊക്കെയോ അതവിടെ കിടക്കടായി, ഞാൻ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരിനെ അറിയപ്പെടുന്നത് ജാസിയുടെ കൂട്ടുകാരി എന്നാണ്, ശ്രീലക്ഷ്മി എന്നാണ് പേര്. അത്യാവശ്യം നല്ല നല്ല കോൺട്രവേഴ്സിയുടെ ഭാഗം ഈ ശ്രീലക്ഷ്മി ആയിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസി സപ്പോർട്ട് ചെയ്യുന്നത് തൊട്ട് അതിന് മുമ്പ് ഡ്രസ്സിങ് സ്റ്റൈലായിരുന്നു, പിന്നെ ചില വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്. ഇപ്പം എന്തായാലും ജാസീനെ നോക്കിയിട്ടാണ്. ഇപ്പോൾ പുള്ളിക്കാരി വന്നൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോന് റിയാക്ട് ചെയ്തൊരു പെൺകുട്ടി വന്നു, അതൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അപ്പം നമുക്ക് ആ വീഡിയോ നോക്കാം. എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണെന്ന് തോന്നുന്നു സുനിച്ചേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ, ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്? ഇതാണ് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കിച്ചു പറയുന്നുണ്ട് കിച്ചു അനുഭവിച്ച കുറച്ച് ട്രോമകളെ കുറിച്ചിട്ട്. അപ്പം ഈ ട്രോമ പറയേണ്ട ഒരു റൈറ്റ് ടൈം ആണോ ഇത് എന്നാണ് ഈ ലേഡി ചോദിക്കുന്നത്. കാരണം ഈ ലേഡിയുടെ ഒരു അഭിപ്രായ പ്രകാരം എപ്പോഴാണോ ട്രോമ അനുഭവിച്ചത് ആ സമയത്ത് തന്നെ ആ ട്രോമ വന്ന് പറയണമായിരുന്നു. ഇപ്പോൾ എന്തിനാണ് ആ ട്രോമ പറയുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഇവർ ചോദിച്ചത്. ആദ്യം തന്നെ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തീരെ വിവരവും ബോധവും ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേ ടീമുണ്ട്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഒന്നെങ്കിൽ ബോഡി എക്സ്പോസ് ചെയ്തിട്ടും ഡ്രസ്സ് എക്സ്പോസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു ചേച്ചി, ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം നടക്കുമ്പോൾ ഹായ് എനിക്ക് 8-ാം വയസ്സിൽ ട്രോമയായിട്ടോ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഒരു സാധനം നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക എന്നിൽ ഇതൊരു ട്രോമയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ആൻഡ് അത് ട്രോമയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള സ്റ്റെപ്സാണ് പലവരും എടുക്കുക. എന്നാൽ കുറേ കാറ്റഗറി ഓഫ് ആൾക്കാർ അതിൽ നിന്ന് റിക്കവർ ആവാണ്ട് ആ ട്രോമയിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് അവരുടെ ട്രോമ എപ്പോൾ പറയണം? ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ജാസി ചേച്ചി പണ്ട് കുറേ ട്രോമകൾ അനുഭവിച്ചപ്പോൾ അന്ന് വന്ന് മൈക്കെടുത്ത് പറഞ്ഞിരുന്നോ ഞാൻ ഇന്ന് ട്രോമ അനുഭവിച്ചു എന്ന്? ആദ്യം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതും കഴിഞ്ഞിട്ട് വേറൊരുത്തനെ സ്നേഹിച്ച് അതും വലിയ വിഷയമായി. അതിന് അഗെയിൻസ്റ്റ് നന്ദിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്ന് വീഡിയോ ഇടാനും സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷനും നെഗറ്റീവും വന്ന സമയത്താണല്ലോ ഇന്റർവ്യൂവിൽ ചെന്നിട്ട് ഞാൻ 8-ാം ക്ലാസ്സിൽ പെണ്ണായിരുന്നു, ഞാൻ താത്താൻ്റെ ഉടുപ്പ് ഇടുകയായിരുന്നു, മറ്റേത് ഇടുകയായിരുന്നു എന്നൊക്കെ ചെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അറിയില്ലെങ്കിൽ അവിടെ ഇരിക്കുക, വെറുതെ എന്തേലും പറയാണ്ടിരിക്കുക. എന്തായാലും ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ഒരു പെൺകുട്ടി ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. യൂണിവേഴ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരാള് അയാളുടെ ചൈൽഡ്ഹുഡിലോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ട്രോമയൊക്കെ അനുഭവിക്കുമ്പം അത് അയാൾ അപ്പം തന്നെ പുറത്തു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അബ്സർഡ് തിങ്കിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം അതിൽ നിന്ന് ഓവർകം ചെയ്യാനും അത് ഫിഗർ ഔട്ട് ചെയ്യാനും അത് പുറത്ത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റും. വിവരമുള്ള കുട്ടിയാണ്, ബോധം ഉണ്ടെങ്കിൽ ഈ കുട്ടി പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ് ശ്രീലക്ഷ്മിക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് എനിക്കൊരു ബോധമില്ല. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കിച്ചു, രേണുസുതി അല്ലെങ്കിൽ ശ്രീലക്ഷ്മി, ജാസി ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരു യൂണിവേഴ്സ് ഇല്ലേ, ആ യൂണിവേഴ്സ് എന്നാണ്. എടോ ഇത്രയേ ഉള്ളൂ. ഒരാൾ ലൈഫിൽ ട്രോമ ഫേസ് ചെയ്യുന്ന സമയത്ത് അത് ട്രോമയാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആൻഡ് ഇത് ട്രോമയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ട്രോമയിൽ നിന്ന് കം ഔട്ട് ചെയ്ത് വരാൻ എടുക്കുന്ന ഒരു ടൈമുണ്ട്. ആ കം ഔട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയി എന്ന് 4 ആളെടുത്ത് പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമും കൂടി ഉണ്ട്. ആ ഒരു ടൈം വെയിറ്റ് ചെയ്തേ പറ്റൂ. ചിലർ 60-ാം വയസ്സിലായിരിക്കും പറയാം, ചിലർ 70-ാം വയസ്സിലായിരിക്കും, ചിലർ അത് പറയാണ്ട് മണ്ണിലടയും എന്ന് കരുതി അവർ ട്രോമ ഫേസ് ചെയ്തിട്ട് അത് ട്രോമയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ,
ആൻഡ് ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അതിൽ വന്നൊരു മെയിൻ കമൻറ്റാണ് കിച്ചുവിൻ്റെ കമൻറ്റ്. കിച്ചുവിൻ്റെ കമൻറ്റ് ഒരു ഹാർട്ടാണ്. ആൻഡ് ആ ഹാർട്ടിന് ഈ പെൺകുട്ടി 2 വേറെ ഹാർട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ ആദില നൂറിയുടെ കമൻറ്റ് വന്നിട്ടുണ്ട്. ആദില നൂറിയുടെ കമൻറ്റ് വാസ് വെൽ സെഡ് എന്ന് പറയുന്ന ഒരു കമൻറ്റാണ്. അതിനും തിരിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വൺ സൈഡ് ഓഫ് സാധനം. ഇനി നെക്സ്റ്റ് സൈഡ് ഓഫ് സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആളുടെ പേജിൽ നടക്കുന്ന ഒരു കളികളുണ്ട്. ആ കളികൾ നമ്പർ 1 ഞാൻ സൈഡിൽ കാണിക്കാം, കളികൾ നമ്പർ 2 ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ഇപ്പോൾ വാഴയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ഒക്കെ വെച്ചിട്ടാണ് ഈ കളികൾ നടക്കുന്നത്. ഈ കളികളിൽ മെയിനായിട്ട് ആൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിതപ്പൻ വിത്ത് ഹിസ് ഏട്ടൻ വച്ചിടോ കൊടി വാവ. എന്തായാലും ഇതാണ് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിങ്ങൾക്ക് ഈ സാധനം കാണാം. ഇതിപ്പോൾ ഇവരെന്തിനിട്ടു എന്ന് ചോദിക്കണം. കാരണം കൊല്ലം സുധി ഉള്ള അന്ന് തൊട്ടിട്ട് തന്നെ രേണുസുധിയുടെ അച്ഛൻ, അമ്മ, പെങ്ങൾ, കുട്ടികൾ, ഭർത്താവ് എല്ലാം കൊല്ലം സുധിയുടെ വീട്ടിലാണ് താമസിച്ചത്. അന്ന് തൊട്ടിട്ടേ ഈ കുട്ടികൾ ഓടുന്നും ചാടുന്നും പാടുന്നും ഒക്കെയുണ്ട്. എന്നാൽ അന്നൊന്നും ഇടാണ്ട് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഇതപ്പൻ വിത്ത് ഹിസ് ഏട്ടായി എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോയും പോസ്റ്റും ഇടുന്നത് എന്താ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവൂലേ. ഇത് ഇത്രയേ ഉള്ളൂ. കിച്ചുവിന് അഗെയിൻസ്റ്റ് കാണിക്കുകയാണ്. എടോ, ഇനി ഏത് ഏട്ടനെ കൊണ്ടുപോയി നിർത്തിയാലും കൊല്ലം സുധിയുടെ രക്തത്തിലുള്ള ഋതപ്പൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് കിച്ചു മാത്രമാണ്. നിങ്ങൾ എന്ത് വേണേൽ കളിച്ചോ, കിച്ചുവും രേണുവും തെറ്റിക്കോളൂ, അല്ലെങ്കിൽ കിച്ചുവിന് അഗെയിൻസ്റ്റ് രേണു ചെയ്തോളൂ, രേണുവിന് അഗെയിൻസ്റ്റ് കിച്ചു ചെയ്തോളൂ. ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഇങ്ങനെ തട്ടി ബോളും കളിക്കുക. പക്ഷെ ആ കിച്ചുവും ഋതപ്പനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി 100% ഉറപ്പാണ് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. അതിൽ ബേബീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര കമ്മിറ്റ്മെൻറ്റോട് കൂടി രേണു ഋതപ്പനെ നോക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കുകയാണെങ്കിൽ 100 അല്ല 200 അല്ല 10,000% നല്ലത്. അവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വേഴ്സ് ആയാൽ അവന് സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അവൻ്റെ സഹോദരൻ മാത്രമാണ്. കാരണം നല്ലൊരു സഹോദരി ബന്ധം, അല്ലെ സഹോദരൻ ബന്ധം, അല്ലെ സഹോദരി ബന്ധം നോക്കിയാൽ നിങ്ങൾക്കറിയാം അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളോളം വേറെ ആരുമില്ല. അപ്പം എൻ്റെ ബ്രദറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ അവന് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും സംസാരിക്കാനും അവൻ്റെ പെയിനിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവുന്ന ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ്സ് മീ. നോ അതർ പേഴ്സൺ എൻ്റെ അത്ര ഫീൽ ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പം ആ ഒരു കണക്ഷൻ ഇവരുടെ ഇടയിലുണ്ട്. ദയവ് ചെയ്ത് ഈ തരത്തിലുള്ള കോപ്രായത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ആ കണക്ഷൻസിനെ 2 പഞ്ചായത്തിലാക്കുന്ന ഒരു പരിപാടി രേണുസുധി സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് രേണുസുധി കാണിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നൊന്ന് അറിയിച്ചു തരികയാണ്. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലിടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേറെ ഫോണിൽ എടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രമോഷൻ, 3000 അടുത്ത സബ്സ്ക്രിപ്ഷൻ. ഈ ഒരു സാധനം ഞാൻ എടുത്തത് ലാസ്റ്റ് രേണു പറഞ്ഞൊരു സാധനമുണ്ട്, നല്ല പ്രമോഷനാണ്, 3000 പേരടുത്തു എൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. രേണുസുധീൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് രേണുസുധീനേക്കാളും പരാതിയും പരിഭവമാണ് ചില രേണുസുധി സപ്പോർട്ടേഴ്സിന്. എടോ, നിങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഞങ്ങളൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ളത്. എന്ന് ഞങ്ങളുടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നോ അതോടുകൂടി രേണുസുധി എന്ന് പറയുന്ന ഒരു വലിയ ഡിസാസ്റ്റർ അവിടെ ഖതം ഹോഗയാണ്. അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആൻഡ് രേണു തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ യൂട്യൂബേഴ്സ് ആണ് എനിക്ക് പ്രൊമോഷൻ തരുന്നത്, ഈ യൂട്യൂബേഴ്സിൻ്റെ പ്രൊമോഷൻ വഴിയാണ് എനിക്ക് റീച്ച് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും കൂടെ രേണുസുധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഒരു 10 days പോയാൽ അതോടുകൂടി രേണുസുധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീരും. ഇന്ന് ഈ എത്ര ആക്ടർമാർ വന്നു, എത്ര ആക്ട്രസ്മാർ വന്നു, അതിൽ എത്ര പേര് ഇപ്പോൾ കറൻ്റ്ലി എക്സിസ്റ്റിംഗ്ലി സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസിൽ നിൽക്കുന്നുണ്ട്? ആരും നിൽക്കുന്നൊന്നുമില്ല. അഭിനയിക്കുന്ന ആ ഒരു കുറച്ച് സമയം നല്ല. എന്നാൽ ഇവർ ഈ 2 കൊല്ലമായിട്ട് ഇതേ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഇവർക്ക് കളിക്കാൻ അറിയുന്നത് കൊണ്ടാണ്. ഇവർക്കറിയാം എവിടെ പിടിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം, എന്ത് ഇഷ്യൂ കൊണ്ടുവരണം, എന്ത് അപ്രോച്ച് കൊടുക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നതാ. അല്ലെങ്കിൽ അയാൾ ചോദിച്ച ആ ചോദ്യത്തിന് ഇവരിങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത്?
ഇൻസ്റ്റഡ് അവരെന്താ പറയുന്നത്, മോശമാണ്, എൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇവരെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം വളരെയധികം നന്ദിയുണ്ട്, പ്രൊമോഷൻ വഴി എനിക്ക് 3000 സബ്സ്ക്രൈബറിന് കിട്ടി എന്ന് പറയുന്ന ഇവരുടെ ഒരു സ്വഭാവം നിങ്ങളൊന്ന് ആലോചിക്കും, എന്നിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇനി എനിക്കൊന്ന് 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രൊമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണു സുധി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവർ എന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണു സുധി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ. രേണു ചേച്ചി എന്തായാലും മരിച്ചുപോയ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വിറ്റുകൊണ്ട് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വീടുണ്ടാക്കി തന്ന ഫിറോസ് ഖാനെ വിറ്റ് കുറേ പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് സ്ഥലം തന്ന അച്ഛനെ വിറ്റ് കുറേ പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറേ പ്രേമം, ഇന്നയാളെ പ്രേമം, കാക്കാനെ പ്രേമം, ഇന്ദുവിനെ പ്രേമം, UK പ്രേമം, പട്ടാളം പ്രേമം എന്ന് പറഞ്ഞ് കുറേ കണ്ടന്റുകൾ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചേച്ചി ഷോർട്ട് ഫിലിം അത് ഇത് എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കേണ്ടാത്ത രംഗങ്ങൾ റീച്ചിന് വേണ്ടി അഭിനയിച്ച് ചേച്ചി കുറേ പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി രണ്ടാമത് ചെയ്ത ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി പൈസ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ചേച്ചി ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? പിന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിന് പൈസ അരി വാങ്ങാൻ എടുക്കല്ല. കാരണം എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, എൻ്റെ അമ്മയുണ്ട്. 3 പേരും ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ അരി സാധനം. ഞാൻ കുറച്ചും കൂടെ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സാധനങ്ങൾ, ബാഗ്, ഡ്രസ്സ് ഇതൊക്കെ വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അരിയണ്ണൻ എന്ന് പറയുന്ന ഒരു പേര് മാറ്റിയിട്ട് കുറച്ചും കൂടെ ലിപ്സ്റ്റിക് അണ്ണത്തി എന്ന് പറയുന്ന ഒരു പേര് ഇടുകയാണെങ്കിൽ നല്ല രസമാണ്. എടാ, ഒരാളെ കുറ്റം നോട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആ 4 വിരലിൽ 3 വിരലിൽ 1 വിരലെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമോ ഭാഗം. അപ്പോൾ ചേച്ചി പോയി, ബൈ.